ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രധാന ചോദ്യങ്ങളാണ്. 7ാം ക്ലാസ്സിലെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദ മിക്സിംഗ് അപ്പ് ഓഫ് സ്മോക്ക്, ടോക്സിക് ഗ്യാസസ് ആൻഡ് അതർ കെമിക്കൽസ് ഇൻ ദ എയർ ദാറ്റ് ഓൾട്ടേഴ്സ് ദ കോമ്പോസിഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൻ്റെ ഘടനയെ തന്നെ മാറ്റാവുന്ന നമ്മുടെ പുകപടലങ്ങൾ, വിഷാംശ വാതകങ്ങൾ, അതേപോലെ മറ്റ് കെമിക്കൽസിനെ ഒക്കെ ചേരുന്നതിനെ, അന്തരീക്ഷത്തിൽ കലരുന്നതിനെ പറയുന്ന പേരാണ് എന്ത്? അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ. ദ pH വാല്യൂ ഓഫ് റെയിൻ വാട്ടർ ഈസ് ലെസ് ദാൻ 5, ദെൻ ദാറ്റ് റെയിൻ ഈസ് നോൺ ആസ് എ ആസിഡ് റെയിൻ. അപ്പോൾ ആസിഡ് റെയിൻ എന്ന് അമ്ലമഴ എന്ന് പറയുമ്പോൾ അതിലെ അതിൻ്റെ pH വാല്യൂ 5 കുറവായിരിക്കും. ദ pH വാല്യൂ ഓഫ് റെയിൻ വാട്ടർ ഈസ്, നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളത്തിൻ്റെ pH വാല്യൂ എന്ന് പറയുന്നത് 7 ആണ്. ദ ബ്ലെൻഡ് ഓഫ് സ്മോക്ക് ആൻഡ് ഫോഗ്, സ്മോക്കിൻ്റെയും ഫോഗും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് സ്മോഗ്. ദ ലോവർ മോസ്റ്റ് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ, അറ്റ്മോസ്ഫിയറിൻ്റെ ഏറ്റവും താഴത്തെ പാളിക്ക് പറയുന്ന പേരാണ് ട്രോപ്പോസ്ഫിയർ. ഇനി ട്രോപ്പോസ്ഫിയറിൻ്റെ ആവറേജ് ഹൈറ്റ് ഈസ് 13 kilometers. Then dust particles and water vapor are most abundant in which layer of atmosphere? ഡസ്റ്റ് പാർട്ടിക്കിൾസും വാട്ടർ വേപ്പറും ഏറ്റവും കൂടുതലുള്ളത് ഏത് ലെയറിലാണ്? അറ്റ്മോസ്ഫിയറിൻ്റെ ഏത് പാളിയിലാണ്? അത് ട്രോപ്പോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിക് ഫിനോമിന സച്ച് ആസ് ക്ലൗഡ് ഫോർമേഷൻ, റെയിൻ, സ്നോ, വിൻഡ് ആർ പ്രസൻറ്റ് ഇൻ വിച്ച് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ? ഈ നമ്മുടെ ക്ലൈമറ്റിൽ കാണുന്ന ക്ലൗഡ്സ്, കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലൗഡ്സ്, റെയിൻ, സ്നോ, വിൻഡ്, ഇതൊക്കെ കാണുന്നത് നമ്മൾ ട്രോപ്പോസ്ഫിയറിലാണ്. ടെമ്പറേച്ചർ അടുത്തത് പ്രധാനപ്പെട്ടതാണ്. ദ ടെമ്പറേച്ചർ ഡിക്രീസസ് അറ്റ് ദ റേറ്റ് ഓഫ് 1 degree Celsius ടു എവറി 165 meters ഇൻ വിച്ച് ലെയർ? അതായത് ടെമ്പറേച്ചർ, താപം 1 degree Celsius ആയിട്ട് കുറയും മുകളിലോട്ട് പോകും തോറും. 165 meters കഴിയുമ്പോൾ 1 degree Celsius താപം കുറയും. അങ്ങനെ താപം കുറഞ്ഞു വരുന്ന ലെയറാണ് ട്രോപ്പോസ്ഫിയർ. ഈ ഒരു പ്രത്യേകതയ്ക്ക് പറയുന്ന പേരാണ് നോർമൽ ലാപ്സ് റേറ്റ്. ദ ലെയർ എബവ് ദ ട്രോപ്പോസ്ഫിയർ, ട്രോപ്പോസ്ഫിയറിൻ്റെ മുകളിലുള്ള ലെയറിന് പറയുന്ന പേര് സ്ട്രാറ്റോസ്ഫിയർ. നമ്മളിന്ന് 10 ചോദ്യങ്ങളാണ് നോക്കിയത്. ഒന്നുകൂടി നോക്കാം. അതായത് അന്തരീക്ഷത്തിൽ സ്മോക്ക്, ടോക്സിക് ഗ്യാസസ്, അതേപോലെയുള്ള മറ്റ് പൊടിപടലങ്ങളൊക്കെ കൂടി കലരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ. ഇനി ദ pH വാല്യൂ ഓഫ് റെയിൻ വാട്ടർ ഈസ് ലെസ് ദാൻ 5, ദെൻ ഇറ്റ് ഈസ് നോൺ ആസ്, ആ മഴയ്ക്ക് പറയുന്ന പേരാണ് ആസിഡ് റെയിൻ. ദ pH വാല്യൂ ഓഫ് റെയിൻ വാട്ടർ, ശുദ്ധമായ മഴവെള്ളത്തിൻ്റെ pH വാല്യൂ 7 ആണ്. The blend of smoke and fog is smog. The lowermost layer of atmosphere is troposphere. Average height of troposphere is 13 kilometers. ഇനി ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആൻഡ് വാട്ടർ വേപ്പർ ആർ മോസ്റ്റ് അബണ്ടൻറ്റ്. ട്രോപ്പോസ്ഫിയറിൻ്റെ പ്രത്യേകത ഒന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ലോവർ മോസ്റ്റ് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ ആണ് ട്രോപ്പോസ്ഫിയർ. പിന്നെ ട്രോപ്പോസ്ഫിയറിന് 13 കിലോമീറ്റർ ഹൈറ്റാണുള്ളത്. അതേപോലെ ഡസ്റ്റും വാട്ടർ വേപ്പറും ഒക്കെ കൂടുതലുള്ള അറ്റ്മോസ്ഫിയറിക് ലെയറാണ് ട്രോപ്പോസ്ഫിയർ. അതേപോലെ വെതർ ഫിനോമിന, ക്ലൗഡ്സ്, റെയിൻ, സ്നോ, വിൻഡ്, ഇതൊക്കെ കാണപ്പെടുന്നത് ഈ ട്രോപ്പോസ്ഫിയർ ലെയറിലാണ്. ഇൻ ട്രോപ്പോസ്ഫിയർ ദ ടെമ്പറേച്ചർ ഡിക്രീസസ് ഇൻ ദ റേറ്റ് ഓഫ് 1 degree Celsius ഫോർ എവറി 165 meters. ദാറ്റ് ഫിനോമിന ഈസ് ടേംഡ് ആസ് നോർമൽ ലാപ്സ് റേറ്റ്. അത് നടക്കുന്ന ലെയർ ട്രോപ്പോസ്ഫിയർ ആണ്. ഇനി ദ ലെയർ വിച്ച് ഈസ് ജസ്റ്റ് എബവ് ദ ട്രോപ്പോസ്ഫിയർ, ട്രോപ്പോസ്ഫിയറിൻ്റെ തൊട്ട് മുകളിലുള്ള ലെയറിനെ പറയുന്ന പേരാണ് സ്ട്രാറ്റോസ്ഫിയർ. താങ്ക് യു.